വ്യൂവേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ന്യൂ ഇയർ തീമിൽ വരുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു കേക്ക് ചെയ്ത് നോക്കിയത്. കുറേ ഇംഗ്ലീഷ് ചാനലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലിൽ ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിന് മുകളിൽ ഐ കാർഡിലും വീഡിയോയുടെ അവസാനവും കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് വരുന്നത് റാഫലോ ഫ്ലേവറിലാണ്. അപ്പോൾ അതിനായിട്ട് 5 മുട്ടയും 1/4 കപ്പ് മൈദയും വെച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കിയ ശേഷം 2 7-ഇഞ്ച് പാനിലായിട്ടും പിന്നെ ഒരു ലെയറായിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു 6-ഇഞ്ച് പാനിലേക്കായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ ചൂടാറിയ ശേഷം ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സ്ക്വയർ ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്ക് ഇതേപോലെ നമുക്ക് വീടിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അതിനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 1/4 കപ്പിന് അടുപ്പിച്ചിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഈ ക്രീമിൽ നിന്നും ഫില്ലിങ്ങിനായിട്ട് വെച്ചിട്ട് ബാക്കി ക്രീം മാറ്റി വെക്കാം. ഫില്ലിങ്ങിലേക്ക് ചേർക്കുന്ന ക്രീമിലേക്ക് ഇതേപോലെ ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെറ്റ് ചെയ്യുന്നത് ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ്. അതിന് മുകളിൽ ഫില്ലിങ്ങിനായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തതും അതേപോലെ വൈറ്റ് ചോക്കോ ചിപ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ലെയറും ചെയ്ത ശേഷം കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസും ഇതേപോലെ തന്നെ ഓരോ ലെയറായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 സ്ക്വയർ പീസ് വെച്ച ശേഷം പിന്നെ കുറച്ച് നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ആ ഒരു സ്ക്വയർ പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുവിലായിട്ട് ഒരു സ്ക്വയർ ഇറക്കി കൊടുക്കാം. ഇനി വീടിൻ്റെ മേൽക്കൂരയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അതിനായിട്ട് ആദ്യം സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് 2 സൈഡും ഇതേപോലെ ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി വീടിൻ്റെ ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. പിന്നെ താഴെ ഇതേപോലെ ഒന്ന് ചേച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതും കൂടിയുണ്ട്. അങ്ങനെ ഏകദേശം വീടിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കേക്ക് ഫൈനൽ കോട്ട് ക്രീമൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡൊന്നും ഷാർപ്പ് എഡ്ജൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിനുശേഷം കേക്കിന് ചുറ്റിലായിട്ട് ഇതേപോലെ നമുക്ക് ട്രീ വരച്ചു കൊടുക്കാം. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വരച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ ചുറ്റിലായിട്ട് ചെറുതും വലുതായിട്ടുള്ള ട്രീ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു വീട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഫൈനൽ കോട്ട് കൊടുക്കാം. അപ്പോൾ ക്രീമിൽ കുറച്ച് സ്കിൻ കളർ മിക്സ് ചെയ്തിട്ടാണ് ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ഇനി ഒരു കാർഡോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചോ ഇങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെറിയ കേക്ക് ആയതുകൊണ്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കത്തി വെച്ച് ചെയ്യുന്നതാണ് ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത്.
അങ്ങനെ ഏകദേശം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഫിനിഷ് ഒന്നും ആയിട്ടില്ല. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. പക്ഷെ ഞാനിപ്പോൾ തണുപ്പിച്ചൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പാലറ്റ് നൈഫ് വെച്ചിട്ട് കേക്ക് ഒന്ന് ഉയർത്തിയ ശേഷം ഇതേപോലെ ആദ്യം ചെയ്തിട്ടുള്ള കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി മെല്ലെ ആ പാലറ്റ് നൈഫ് എടുത്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെ സൈസ് കുറച്ച് കൂടിയതുപോലെ തോന്നിയത്. അതുകൊണ്ട് അതെടുത്ത് മാറ്റിയിട്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വീടിൻ്റെ മുകളിലൂടെ താഴത്തെ കേക്കിൽ വരുന്ന വരെ ഒരു സ്ക്വയർ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് സൂപ്പർ റെഡിൻ്റെ കളർ ചേർത്ത് കൊടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ മേൽക്കൂര വരച്ചു കൊടുക്കാം. ക്രീം അധികം സ്റ്റിഫാണെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. അതിനുശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ വീടിൻ്റെ മേൽക്കൂരയും റെഡി ആയിട്ടുണ്ട്. ഇനി സ്നോമാനെ വരക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് സ്നോമാനൊക്കെ വരച്ച് നോക്കുന്നത്. അപ്പോൾ ആദ്യം വരച്ചപ്പോൾ ശരിയായില്ല, ക്രീം അല്പം സ്റ്റിഫായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ക്രീം കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടി ആ പൈപ്പിംഗ് ബാഗ് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ക്രീം ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം കുറച്ച് വലുപ്പത്തിലാക്കുക. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് മാത്രം ക്രീം ഒന്നുകൂടി സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ നെക്ക് വരുന്ന സ്ഥലത്ത് ഇതേപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ക്രീം തന്നെയാണ് റെഡ് കളർ ചേർത്തിട്ടുള്ളത്. അത് വെച്ച് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ തലയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ആ ഒരു ക്രീം ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഗിവ് അവേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരു ദം പൊറോട്ടയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിപ്പിയിൽ എത്ര പൊറോട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ കമൻറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: UK സ്പേസ് ഇട്ട ശേഷം നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ്, പിന്നെ ആ ഒരു പൊറോട്ടയുടെ നമ്പർ, അതിനുശേഷം ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ. അപ്പോൾ നമ്പറിൻ്റെ ഇടയിൽ സ്പേസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റിൻ്റെ നെയിമും കൂടി കൊടുക്കണം. അപ്പോൾ ഗിഫ്റ്റ് നെയിം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോയുടെ താഴെയാണ് വന്ന് കമൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 3 സ്നോമാനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മൂക്കും കണ്ണുമൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഒരു ടൂത്ത് പിക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വീടിന് ഡോറും അതേപോലെ ജനലും ഒക്കെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ഇതേപോലെയുള്ള 2 ലീഫ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം താഴെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് കേക്കിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. പിന്നെ കുറച്ച് സിൽവർ ബോളും എടുത്തിട്ട് ഇതേപോലെ ഒരു പാത്ത് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് പോലെ തോന്നിയത് കൊണ്ട് ഒരു പേപ്പർ സ്ട്രോ എടുത്തിട്ട് കേക്കിലേക്ക് കുറച്ച് മാത്രം ഒന്ന് ഇറക്കി കൊടുത്തിട്ട് ഇതേപോലെ അതിന് ചുറ്റിലായിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഒരു ട്രീ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം കോൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതാകുമ്പോൾ ഒന്നുകൂടി നല്ല ട്രീയുടെ ലുക്കിലായിട്ട് കിട്ടും. അതിനുശേഷം റെഡ് കളർ ഫോണ്ടന്റ് വെച്ചിട്ട് സ്റ്റാർ ഷേപ്പിൽ കട്ട് ചെയ്ത ശേഷം ഓരോ ട്രീയുടെ മുകളിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർഡ് ബോൾസും കൂടി ട്രീയുടെ മുകളിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്നോയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വീടിൻ്റെ മുകളിലും ട്രീയുടെ മുകളിലും എല്ലാ സ്ഥലത്തുമായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏത് ഫ്ലേവറിലുള്ള കേക്കും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ക്രീം കൊണ്ട് ഇതേപോലെ അവിടെ ഇവിടെ ആയിട്ട് സ്നോ ബോൾ പോലെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് ബേസിൻ്റെ വെയിറ്റ് കൂടാതെ 1 കിലോയും 16 ഗ്രാമും ആണ്. 1 kg റാഫലോ കേക്കിന് 1000 ആണ് റേറ്റ്. അതിൻ്റെ കൂടെ ഇതേപോലെ എക്സ്ട്രാ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 1200 രൂപ വാങ്ങിക്കാം. ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.